ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അൺബോക്സിങ് തന്നെയാണ്, പക്ഷെ എന്തിനു വേണ്ടിയുള്ള അൺബോക്സിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്ന് ഉള്ളൊരു അൺബോക്സിങ്ങും കൂടിയാണ്. അതായത് ഞാൻ പൊതുവെ എല്ലാ സ്ഥലങ്ങളും വളരെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഫ്രിഡ്ജിനകത്തേക്ക് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് പാത്രങ്ങൾ അതൊരു ഓർഗനൈസ്ഡ് അല്ല, ചിലത് സ്റ്റീല്, ചിലത് ഗ്ലാസ്, അപ്പോൾ ഒരു ഭംഗിയില്ല. ഈവൻ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുന്ന ആളാണ്, അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല പല പ്ലാസ്റ്റിക്കുകളിലാകുമ്പം അതൊരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് കുറച്ചും കൂടെ ഭംഗിയായിട്ട്, എസ്പെഷ്യലി ചെറിയ ഫ്രിഡ്ജ് നമുക്ക് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അത് സാധ്യമാവും, എല്ലാവർക്കും അതിന് പറ്റും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ബോക്സ് ഇതാണ്. ഓക്കെ, ഇതിനകത്ത് ഒരു 6 കുഞ്ഞു ബോക്സസ് ഉണ്ട്. ഇതിൻ്റെ ലക്ഷ്യം, ഇത് ഈ ഒരു കുഞ്ഞ് ഡബ്ബയ്ക്ക്, കുഞ്ഞല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, 160 റുപ്പീസാണ്. ഓക്കെ, 6 കുഞ്ഞു ഡബ്ബ ഉള്ളിലുണ്ട്. ഇങ്ങനെയാണ്, 4 ലോക്കാണുള്ളത്. ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന 6 ഡബ്ബകളുണ്ട്. ഇത് മെയിനായിട്ട് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കിയാവും. അതായത് സവാള കട്ട് ചെയ്തിട്ട് പകുതി ബാക്കിയാവും, ലെമൺ കട്ട് ചെയ്തിട്ട് പകുതി ബാക്കിയാവും. ഇതൊന്നും തുറന്ന് വെക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ ഡബ്ബകളിലേക്ക് ഓരോരോ സ്ഥലത്തേക്ക് ചിലപ്പോൾ മറന്നു പോകും, കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നതെല്ലാം അതിനകത്തിട്ട് വെച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ? അടുത്തത് ഈ ഒരു ഡബ്ബയാണ് കേട്ടോ. ഇത് പാക്ക് ഓഫ് 1 2 3 4ൻ്റെ പാക്കാണ്. ഇതിന് ഒരു ചെറിയൊരു സ്ട്രെയിനർ പോലെ അടിയിൽ ഒരു ബേസ് ഇങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും കഴുകിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇറങ്ങിയിട്ട് തട്ടില്ല, അതിലേക്ക് ഡയറക്റ്റ് തട്ടില്ല, വെള്ളം അടിയിൽ തന്നെ കിടന്നോളും. അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്, ലെറ്റ് മീ ചെക്ക്, വൈറ്റ് അടപ്പല്ലേ, ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 4 ഡബ്ബയ്ക്ക് 240. ഓക്കെ, 240 റുപ്പീസാണ് വരുന്നത്. അടുത്ത സെറ്റ് ഒരു പാക്ക് ഓഫ് 6ൻ്റെ ആണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ അതേ ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഒരു 6 ആണ് ഇത്, പക്ഷേ അത് 4 ആയിരുന്നു. ഇത് പാക്ക് ഓഫ് 6 ആണ്. നമുക്ക് എങ്ങനെയുള്ള സാധനങ്ങൾ, സ്പ്രിംഗ് ഓനിയൻസ് പോലെയുള്ള സാധനങ്ങൾ ഒക്കെ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം, സലാഡിൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്ത് സൂക്ഷിക്കാനൊക്കെ പറ്റുന്ന ഒരു പാക്ക് ഓഫ് 6ൻ്റെ ഡബ്ബയാണ്. അടുപ്പുണ്ട് കേട്ടോ, 6 അടപ്പുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ നിറയുമ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാവും, ഒരു യുണീക്നെസ് ഉണ്ടാവും, ഒരു വൃത്തി ഉണ്ടാവും. ഇതാണ് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ്. ഇത് പാക്ക് ഓഫ് 12 ആണെന്നാണ്. 12 ഡബ്ബകളുണ്ട്, 520 റുപ്പീസ്. ഇതാണ് സാധനം. ഓക്കെ, എയർ ടൈറ്റും കൂടെയാണ്. എയർ ടൈറ്റാണ്, നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് ഈ ലെഫ്റ്റ് ഓവർ ഫുഡില്ലേ, ബാക്കി വരുന്ന ഫുഡൊക്കെ നമുക്ക് ഒന്നിൽ തോരൻ, ഒന്നിൽ അവിയൽ, ഒന്നിൽ ഒരു തീയൽ, എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാം. ഇത് ഭയങ്കര സ്പേസ് സേവിങ് ആണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് വലിയ ഇങ്ങനെ ബൗൾ പോലുള്ളതുകൾ, സ്റ്റീൽ പാത്രങ്ങളിലൊക്കെയാണ്. ഇങ്ങനെ ഒന്ന് ചിലപ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും, ഒന്ന് ചിലപ്പോൾ സ്റ്റീലായിരിക്കും, ഒരു ഭംഗിയില്ല. ഇതിപ്പോൾ എല്ലാം എനിക്ക് ഇങ്ങനെ തന്നെ എടുത്ത് വയ്ക്കാൻ പറ്റും. 12 ഇത് സെയിം പീസസ് വരുന്നുണ്ട്, 5 സംതിങ്. ഓക്കെ, 520. ഓക്കെ, അതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് ആക്ച്വലി ഫ്രിഡ്ജിലേക്ക് വേണ്ടിയിട്ട് അല്ല, ഫ്രിഡ്ജിലേക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ല വെച്ചാൽ നമുക്ക് നമ്മുടെ കിച്ചൺ ഷെൽഫിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടെയ്നറാണ് ഇത്. പാക്ക് ഓഫ് 6. ഇത് എല്ലാ ഡബ്ബകളും ഏർലി ഡെലിവറി ആയിരുന്നു കേട്ടോ. 460 ആണ് ഇതിൻ്റെ റേറ്റ്. 6 ഡബ്ബകളാണ്. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ കിച്ചൺ കാണിച്ചു തരാം. എല്ലാ സ്ഥലത്തും ഞാൻ ഒരേപോലെയുള്ള കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് എനിക്ക് ഇതും ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു കുറവുണ്ട്, എയർ ടൈറ്റാണ്. ഇതും എയർ ടൈറ്റാണ്. സ്നാക്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നല്ല ഒരേപോലെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഡബ്ബയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ കുട്ടി ഹോൾ വീഡിയോ. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും